പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ നവരാത്രിയോടനുബന്ധിച്ചുള്ള ആ ദേവി മഹാത്മ്യം പ്രോഗ്രാമിൽ മഹിഷാസുര വധം വരെ ഇന്നലെ കണ്ടു. ഈ മഹിഷാസുരനെ വധിച്ച് ദേവന്മാരെല്ലാം സന്തോഷമായിരിക്കുന്ന സമയത്ത് രക്തബീജൻ അസുരൻ. ആരാണ് രക്തബീജൻ ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള രജോ ഗുണം, അതാണ് രക്തബീജൻ. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാർക്കുണ്ടാകുന്ന പ്രധാനമായ ഗുണങ്ങളും സാധാരണ മനുഷ്യർക്കും ഉണ്ടാവും. ഈ മുഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അതിലാരും അതിന് എക്സംഷനൊന്നും അല്ല. പ്രതികാര ബുദ്ധി, വൈരാഗ്യം, ഇതെല്ലാമാണ് കോപം, ഇതെല്ലാമാണ് രജോ ഗുണത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ഈ മുഗുണങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. ഈ രക്തബീജൻ എല്ലാവരും അങ്ങനെ വധിക്കരുത് ഇങ്ങനെ വധിക്കരുത് എന്ന് പല രീതിയിൽ വരം വാങ്ങിയവരെല്ലാം വധിക്കപ്പെട്ടു. ഇയാൾ വളരെ ബുദ്ധിശാലിയാണ് രക്തബീജൻ. അദ്ദേഹം എന്ത് വരം വാങ്ങിച്ചു എന്നറിയാമോ? എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്നും ഒരു രക്തബീജൻ ഉണ്ടാകണം. തപസ് ചെയ്താൽ ദേവി പ്രത്യക്ഷപ്പെട്ടാൽ വരം കൊടുത്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അത് ദേവിയായാലും ദേവനായാലും എല്ലാം. സാധാരണ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം എങ്ങനെയാണ്? ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കും, ബ്രഹ്മദേവൻ വരം കൊടുക്കും. ആ വരത്തിൽ നിന്നും അസുരാളെ ഇല്ലാതാക്കാനായിട്ട് ഒന്നിനെ മഹാവിഷ്ണു അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ശിവൻ അവതരിക്കും. ഇതാണ് നമ്മുടെ പുരാണ ഇതിവൃത്തങ്ങളെല്ലാം വരുന്നത്. ആ രീതിയിൽ തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം വീണാൽ ആ രക്തത്തിൽ നിന്നും രക്തബീജൻ അവതരിക്കണം. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് രക്തബീജനെ വധിക്കുക? വളരെ പ്രയാസമാണത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള കോപം, കാമം, പ്രതികാര ബുദ്ധി, ഇതെല്ലാം അത്ര പെട്ടെന്ന് നമുക്ക് എടുത്തു കളയാൻ സാധിക്കുകയില്ല. കാരണം ജന്മജന്മാന്തരമായി രക്തത്തിൽ ഊറിയിട്ടുള്ളതാണ് ഈ സ്വഭാവ വിശേഷങ്ങളെല്ലാം. അത് നിരന്തര പരിശ്രമം കൊണ്ടും ഈശ്വര അനുഗ്രഹം കൊണ്ടും മാത്രമേ അത് സാധിക്കുള്ളൂ താത്പര്യം. അങ്ങനെ ദേവി രക്തബീജനെ വധിക്കാനായിട്ട് വരികയും രക്തബീജനെ വധിക്കാനായിട്ട് വരുന്നതിന് മുമ്പേ എങ്ങനെയാണ് രക്തബീജനം അവിടെ വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ, മഹിഷാസുര വധം കഴിഞ്ഞ് എല്ലാ ദേവന്മാരും അങ്ങനെ സന്തോഷമായിട്ടിരിക്കെ സുമ്മന് സുമ്മൻ രണ്ട് അസുരന്മാർ, അവരിതുപോലെ തന്നെ എല്ലാ അധികാരങ്ങളും അവരുടെ കയ്യിൽ പിടിച്ചടക്കി ദേവന്മാരെല്ലാം പ്രാർത്ഥിക്കേ എല്ലാവരും ദേവിയെ സ്തോത്രം ചെയ്തു. ഇങ്ങനെ സുമ്മന സുമ്മന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറയുകയും അങ്ങനെ എല്ലാ ദേവന്മാരുടെയും പ്രാർത്ഥനയ്ക്കേർപ്പ് ദേവി ഒരു ബാലികയായി അവതരിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും അവതാരമെടുക്കുന്നത് ഈ ഗുണങ്ങളെ ഇല്ലാതാക്കാൻ. താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിലേ ദുർവൃത്തികളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇതാണ് തത്വപരമായ കാര്യബദൽ. അങ്ങനെ ഇരിക്കെ പറയും, ഈ സമയത്ത് ഇപ്പോൾ സുമ്മന്മാരെ വധിക്കാൻ സാധിക്കുകയില്ല. വരത്തിൻ്റെ ബലത്തിലാണ് അവരിയ്ക്കുന്നത്. സ്വല്പം നമ്മൾ കാത്തിരിക്കണം, അത് കഴിഞ്ഞാൽ അവരുടെ വധം ഞാൻ ചെയ്തോളാം എന്ന് ഹിമാലയത്തിൽ ഒരു സ്വർണ്ണ ഊഞ്ഞാലിൽ അങ്ങനെ ആടിക്കൊണ്ടിരിക്കെ ചണ്ടൻ മുണ്ടൻ രണ്ട് ഭൃത്യന്മാർ സുമ്മന്മാരുടെ അവരിങ്ങനെ വരികയും ഹിമാലയത്തിൽ വരുമ്പോൾ വളരെ സ്വർണ്ണ നിറത്തിലുള്ള ഊഞ്ഞാലിൽ സ്വർണ്ണ നിറത്തിലുള്ള ആ സുന്ദരിയായ ഒരു രൂപത്തെ ദേവിയെ കാണുന്നു. കണ്ട മാത്രയിൽ നേരെ ഓടിപ്പോയി സുമ്മന്മാരോട് പറയും, എന്തെല്ലാം കാര്യങ്ങളാണ് ദേവന്മാരിൽ നിന്നും അപഹരിച്ച് നിങ്ങൾ വെച്ചിരിക്കുന്നത്. ഉച്ചൈശ്രവസ് എന്ന കുതിര നിങ്ങളുടെ കയ്യിലുണ്ട്, കുബേരനിൽ നിന്നുള്ള വിമാനം നിങ്ങളുടെ കയ്യിലുണ്ട്, ധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ, രാരത്നങ്ങളെല്ലാം ഉണ്ട്. സർവത്ര ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും വിശിഷ്ട വസ്തുക്കളും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒരു സ്ത്രീരത്നം തമത്രം നിങ്ങൾ എങ്ങനെ വിട്ടുവെച്ചു എന്ന് ചോദിക്കും. അങ്ങനെ ദേവിയുടെ വർണ്ണന കേട്ട് സുമ്മന്മാർക്ക് അപ്പത്തന്നെ അവർ കാമമോഹിതരാവും. ഈ ദേവിയെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് രക്തബീജനെ ആദ്യം അയക്കുന്നത്. ആ രക്തബീജൻ ദേവിയുമായിട്ട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുന്ന സമയത്ത് എല്ലാ ദേവതാ സ്വരൂപങ്ങളും, വരാഹമൂർത്തിയുടെ അവതാരം വാരാഹിയായിട്ടും, കുമാരസ്വാമിയുടെ സുബ്രഹ്മണ്യൻ്റെ അവതാരം കൗമാരിയായിട്ടും, പരമേശ്വരൻ്റെ ശക്തി മാഹേശ്വരിയായിട്ടും, വിഷ്ണുവിൻ്റെ ശക്തി വൈഷ്ണവിയായിട്ടും ഇങ്ങനെ ഓരോ രൂപത്തിൽ ദേവി സ്വരൂപത്തിൽ യുദ്ധം ചെയ്യുകയും ആ യുദ്ധമെല്ലാം നടന്നു വരുന്ന സമയത്ത് ഒരു വിധത്തിലും എല്ലാവരും തൻ്റെ ആയുധങ്ങൾ കൊണ്ട് രക്തബീജനെ വെട്ടും.
അവൻ്റെ ശരീരത്തിൽ നിന്ന് വന്നാൽ ഒരു രക്തബീജൻ മുളയ്ക്കും. ഇങ്ങനെ ഓരോ ആയുധപ്രയോഗം കൊണ്ടും ഓരോ അമ്പ് തറയ്ക്കുമ്പോഴും ആ രക്തത്തിൽ നിന്നും പല തുള്ളികൾ വരികയും ലോകം മുഴുവൻ രക്തബീജനാൽ നിറയുകയും ചെയ്തു. അപ്പോൾ ദേവി നോക്കി, ഇനി ഇയാളെ വധിക്കാനുള്ള എന്താണ് വഴി നോക്കുമ്പോൾ ദേവി തൻ്റെ മുഖത്തിൽ നിന്നും കാളിയെ സൃഷ്ടിക്കും. കാളിയോട് പറയും, ഞാൻ ഇവനെ ഇപ്പോൾ വധിക്കാനുള്ള ശ്രമം നടത്തും, ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ മുഴുവൻ നീ പാനം ചെയ്യണം എന്ന് പറഞ്ഞ് കാളി 100 യോജന വളരെ രീതിയിൽ തൻ്റെ വായ് വിസ്താരമാക്കുകയും ദേവി തൻ്റെ വാളുകൊണ്ട് രക്തബീജനെ വെട്ടുകയും ചെയ്യും. ആ രക്തം മുഴുവൻ കാളി പാനം ചെയ്യും. പാനം ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയായ മുഖത്ത് തെറിച്ച ആ തുള്ളികളിൽ നിന്നും രക്തബീജൻ ഉണ്ടാകും. അവരെല്ലാം തൻ്റെ നാക്കുകൊണ്ടെടുത്ത് ഭക്ഷിച്ച് ആ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ശകലം പോലും ഇല്ലാതെ നീരക്തശ്ച മഹീപാല എന്നാണ് സ്തോത്രത്തിൽ പറയുന്നത്. രക്തമില്ലാത്ത മനുഷ്യനായി അവൻ താഴെ വീഴും. അങ്ങനെയാണ് രക്തബീജനെ വധിക്കുന്നത്. രക്തബീജനെ വധിച്ച് ഇത്രയും ബലശാലിയായ രക്തബീജനെ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഈ സുമനസ്മോൻ പറയും ചണ്ടമുണ്ടന്മാരോട്, നിങ്ങളാണല്ലോ ഇതിനെല്ലാം കാരണം, നിങ്ങൾ തന്നെ പോയി ആ ദേവിയെ കൊണ്ടുവരൂ. അങ്ങനെ ചണ്ടമുണ്ടന്മാർ വരും, ദേവിയോട് പറഞ്ഞ് ആ രണ്ടുപേരും തമ്മിൽ യുദ്ധം നടക്കും. ചണ്ടമുണ്ടന്മാരെ ദേവി വധിക്കും. ഇതെല്ലാമായി സുമനസുമന്മാർക്ക് ഇവർ നിവൃത്തിയില്ല. അവർ തന്നെ ഡയറക്റ്റായിട്ട് യുദ്ധത്തിന് വരുന്നതായിട്ടാണ് 3-ാമത്തെ ചാപ്റ്റർ വരുന്നത്. അതായത് സത്വഗുണ സംബന്ധമായ അതിനെ ഇല്ലാതാക്കാൻ താല്പര്യം. ഈ നവരാത്രിയിലെ 9 ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുമ്പോൾ ഓരോ രീതിയിൽ പ്രഥമം ശൈലപുത്രി, ദ്വിതീയം കർമ്മചാരിണി എന്ന് പറഞ്ഞ് ദേവി മഹാത്മ്യത്തിൽ വരുന്നുണ്ട്. 9 രൂപത്തിൽ ആരാധിക്കുന്നതായിട്ടൊരിതുണ്ട്. ശരിക്കും ഉള്ള രീതിയിൽ പണ്ടുകാലത്ത് മുതലുള്ള ആളുകൾ 3 രൂപത്തിലാണ് ദേവിയെ പൂജിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ടും, രണ്ടാമത്തെ 3 ദിവസം ലക്ഷ്മിയായിട്ടും, അവസാനത്തെ 3 ദിവസം സരസ്വതിയായിട്ടുമാണ് നമ്മൾ പൂജിക്കുന്നത്. അതാണ് പൂജവയ്പ്പ് സരസ്വതി പൂജ ചെയ്യുന്ന കാരണം നിർത്താം. അപ്പോൾ ഈ കാലഘട്ടത്തെല്ലാം എന്തിനാണ് എന്ന് വെച്ചാൽ, ഈ അസുരനെ വധം ചെയ്തു ആ സമയത്ത് ദേവിക്ക് ഉത്സാഹം കിട്ടാൻ വേണ്ടിയാണ് ദേവീയ സ്തോത്രങ്ങളും കാര്യങ്ങളും പറയുന്നു എന്നാണ് നമ്മുടെ പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. താത്പര്യം, ഈ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ എല്ലാ നമ്മുടെ വിശേഷങ്ങളും അങ്ങനെയാണല്ലോ നടക്കുന്നത്. ആ ഒരു കാലത്തെങ്കിലും ഇത് ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ആ കാലങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ദേവി മഹാത്മ്യം എന്നർത്ഥം. ആ രീതിയിൽ ആ രക്തബീജനെ വധിച്ചു. ചണ്ടമുണ്ടന്മാരും വധിക്കപ്പെടുമ്പോൾ ആ സുമനസുമതി യുദ്ധത്തിന് വരാനായിട്ട് തയ്യാറായി. ഇതിനു മുമ്പേ ആ ചണ്ടമുണ്ടന്മാരെ വന്ന് പറയുന്ന സമയത്ത് ഒരു ദൂതനെ അയക്കും. ആ ദൂതൻ വന്ന് പറയും, ഞങ്ങളുടെ മഹാരാജാവ് സുമന്മാരാണ്, അതിബലശാലികളാണ്, അവർ എല്ലാ ദേവന്മാരും അവരെ കണ്ട് പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് നേരെ വന്ന് അവരുമായിട്ട് നീ ജീവിക്കണം, അല്ലെങ്കിൽ നിൻ്റെ തലമുടിയെ പിടിച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകും. കേശാകർഷണ വിഹ്വലം. അപ്പോൾ ദേവിയുടെ ഉദ്ദേശം ഈ ഭൃത്യനോട് വഴക്കിടുകയല്ല, മറിച്ച് സുമന്മാരെ യുദ്ധത്തിൽ വരുത്തുക എന്നുള്ളതാണ്. ആ രീതിയിൽ ദേവി വളരെ കാര്യമായിട്ട് പറയും. സുഗ്രീവൻ എന്നാണ് ആ ദൂതൻ്റെ പേര്. സുഗ്രീവ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിൻ്റെ മഹാരാജാവായ സുമന്മാരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അറിയാണ്ടൊരു പ്രതിജ്ഞ ചെയ്തു പോയി. യോമേ ജയിത സംഗ്രാമേ യോമേ ദർപ്പം വ്യപോഹതി യോമേ പ്രതിഫലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യത്തി. ഞാനൊരു സ്ത്രീയല്ലേ, ആലോചിക്കാതെ ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി. ഇതുപോലുള്ള സുമന്മാർക്കുള്ള ബലശാലികളെല്ലാം ഉണ്ടെന്നുള്ള അറിയാത്ത കാരണം കൊണ്ട് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു. എന്താണെന്നറിയാമോ? യോമേ ജയത സംഗ്രാമേ, എന്നെ യുദ്ധത്തിൽ ജയിക്കണം. അതും സാധിച്ചില്ലെങ്കിൽ എനിക്ക് സമമായിരുന്ന് യുദ്ധം ചെയ്യണം. അതും സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്നുള്ള എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഈ 3 ക്വാളിറ്റിയിൽ ഏതെങ്കിലും ഒന്നുള്ള ഒരാളെ മാത്രമേ ഞാൻ
വിവാഹം കഴിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തു പോയി. അതുകൊണ്ട് നിന്റെ രാജാക്കന്മാരോട് പറയൂ, അവരുടെ അനുസരിച്ച്, അവരുടെ ബലങ്ങളനുസരിച്ച് എന്നെ യുദ്ധത്തിൽ ജയിക്കാൻ അവർക്ക് അത്ര കഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല. അവർ വന്ന് യുദ്ധം ചെയ്ത് എന്നെ കൊണ്ടുപോകട്ടെ. കേട്ട മാത്രയിൽ സുഗ്രീവന് ഭയങ്കര ദേഷ്യം വരും. സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ സുഗ്രീവനല്ല, ഇത് വേറൊരു സുഗ്രീവൻ. ഒരേ കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. സുമനസ്സുകളുടെ ഭൃത്യൻ്റെ പേരാണ് സുഗ്രീവൻ. ആ രീതിയിൽ അവർ പറയുമ്പോൾ സുഗ്രീവൻ പറയും, സകല ദേവന്മാരും സുമനസ്സുകളുടെ പേര് കേട്ടാൽ വിറച്ച് അവരുടെ മുമ്പിൽ പോലും നിൽക്കാൻ കഴിയില്ലാത്ത ആർത്തിക്ക് കേവലം ഒരു സ്ത്രീ, നീ അവരെ യുദ്ധത്തിന് വിളിക്കുന്നു, മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ നിൻ്റെ തലമുടി പിടിച്ച് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ദേവി പറയും, നീ ഒരു ദൂതനാണ്. ദൂതൻ്റെ ജോലി എന്താണ്? രാജാവ് പറഞ്ഞു വെച്ചത് എന്നിൽ പറഞ്ഞു, അതേപോലെ ഞാൻ പറയുന്ന അവിടെ പോലെ പറയണം. എന്താണ് വേണ്ടത് എന്നുള്ളത് അവരാലോചിച്ച് വേണ്ട പോലെ തീരുമാനിക്കും. അവർക്ക് വളരെ പ്രയാസമുള്ളതൊന്നല്ല എന്ന് പറയുകയും ഇവർ പോയി സുഗ്രീവൻ പോയി പറയുകയും ചെയ്യും. അങ്ങനെയാണ് ഓരോരോ സൈന്യങ്ങളായിട്ട് സുമനസ്സുമാരെ അയക്കുന്നത്. അവസാനം നിവൃത്തിയില്ലാതെ വന്ന് എല്ലാ അസുരന്മാരും എല്ലാ ഭടന്മാരും പോയപ്പോൾ സുമന്മാരിൽ ആദ്യം നിസുമ്മൻ യുദ്ധത്തിന് വരും. നിസുമ്മനും ദേവിയും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കും. നേരത്തെ പോലെ തന്നെ എല്ലാ ദേവതാ സ്വരൂപങ്ങളും അവരുടെ സ്ത്രീരൂപം ധരിച്ച് ദേവിയെ സഹായിക്കും യുദ്ധത്തിന്. അങ്ങനെ വളരെ നാൾ പ്രയാസപ്പെട്ട് നിസുമ്മനെ ദേവി വധിക്കും. നിസുമ്മനെ വധിച്ചപ്പോൾ സുമ്മൻ പറയും, എൻ്റെ ദൂതനോട് പറഞ്ഞേച്ച് എന്താണ്? എന്നെ യുദ്ധത്തിൽ ജയിക്കണം എന്ന് പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇന്ന് എത്ര ദേവികളാണ് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ഇതൊരു ശരിയായ ഒരു പ്രവണതയല്ലല്ലോ പറയുമ്പോൾ ദേവി പറയും, അതെന്താ, നിനക്കതല്ലേ ഉള്ളൂ പ്രശ്നം? ഇതെല്ലാം എൻ്റെ വിഭൂതികളാണ്, ഞാൻ എല്ലാത്തിനും ഉപസംഹരിക്കാം എന്ന് പറഞ്ഞ് അത്ര ദേവതാ സ്വരൂപത്തെയും തന്നുള്ളിൽ ലയിപ്പിച്ച് ദേവി ഒറ്റയായിട്ട് ദേവി നിൽക്കും. ദേവിയും സുമ്പനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കും. യുദ്ധത്തിന് അവസാനം സുമ്പൻ വധിക്കപ്പെടും. ഇതാണ് കഥയിൽ പറയുന്നത്. ഈ കഥകളെല്ലാം ആരാ കേട്ടുകൊണ്ടിരിക്കുന്നത്? സുമേധസ് എന്ന മഹർഷി സുരതൻ എന്ന മഹാരാജാവിനും സമാധി എന്ന വൈശ്യനും പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് പറഞ്ഞത്. മാർക്കണ്ഡേയ മഹർഷി ക്രോഷ്ടിക്ക് പറഞ്ഞു കൊടുത്ത കാര്യത്തെ സുമേധസ് മഹർഷി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അതിൽ വർണ്ണിക്കുന്നത്. ഇതെല്ലാം കേട്ടു സുമ്പനും വധിക്കപ്പെട്ടു. അപ്പോൾ സത്വഗുണമും പോയി. അപ്പോൾ തമോ ഗുണം പോയി, രജോ ഗുണം പോയി, സത്വഗുണം പോയി. ഇപ്പം നിർഗുണമായ പരബ്രഹ്മം ആയ 26ാമത്തെ തത്വമായ ബ്രഹ്മത്തെ അടഞ്ഞ് അതുമായി ലയിക്കാനുള്ള അവസ്ഥയിലാണ് ആ ഒരു ജീവൻ എത്തിയിരിക്കുന്നത്. അതിലെ സുരതൻ സമാധി എന്ന 2 ക്യാരക്ടറായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത്രയും കേട്ടപ്പോൾ ആ സുമേധസ് മഹർഷി പറഞ്ഞു, ഇങ്ങനെ ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം സുമേധസ് മഹർഷിയോട് പ്രകടിപ്പിക്കും, ഈ ദേവിയെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. ഒരാഗ്രഹം അല്ലേ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഈ വർണ്ണിക്കുന്ന ദേവിയെ കണ്ടാൽ എല്ലാവർക്കും സന്തോഷം തന്നെ. പക്ഷേ അതെങ്ങനെ സാധിക്കും? അപ്പോൾ അവർ പറയും, നിങ്ങൾ യത്നിച്ചാൽ മതി, നിങ്ങൾക്ക് ദേവിയെ കാണാൻ സാധിക്കും എന്ന് പറയും. അങ്ങനെ അവർ ദേവിയുടെ മൂലമന്ത്രം ഉപദേശിക്കുകയും ആ മന്ത്രം ജപിച്ച് ഇവർ കുറച്ച് നാൾ തപസ് ചെയ്യും. ദേവി പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ അംഗങ്ങളെ ഓരോന്നായി വെട്ടി ഹോമിക്കാൻ അവർ തയ്യാറാവുകയും ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ തപസ്സിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും സന്തുഷ്ടയായി എന്ത് വരം വേണം ചോദിച്ചോളൂ. സുരത മഹാരാജാവ് എന്ത് ചോദിച്ചെന്നറിയാമോ? നഷ്ടപ്പെട്ട രാജ്യം എനിക്ക് തിരിച്ചു വേണം. ആദ്യമേ ഞാൻ പറഞ്ഞു, സുരതൻ ക്ഷത്രിയൻ, സമാധി വൈശ്യൻ. ദേവി പറഞ്ഞു, ശരി, കുറച്ച് നാൾ നിനക്ക് രാജ്യം ഭരിക്കാനുള്ള തരാം, പക്ഷേ നീ അടുത്ത ഇതിൽ സാവർണ്യ മനുവായി ജനിക്കേണ്ട ആളാണ്. അതുകൊണ്ട് കുറച്ച് നാൾ നീ രാജ്യം ഭരിച്ചോളൂ, യാതൊരുവിധ ഉപദ്രവം നിനക്ക് വരില്ല, ഒരു എതിരാളിയും നിനക്കുണ്ടാവില്ല, ആരും നിന്നെ തോൽപ്പിക്കുകയുമില്ല എന്ന് പറഞ്ഞു. സുരത മഹാരാജാവ് സന്തോഷമായി. സമാധിയോട് ചോദിച്ചു, സമാധി എന്താണ് വരം ചോദിച്ചെന്നറിയാമോ? ഏത് കണ്ണുകൊണ്ടാണോ ഈ സ്വരൂപത്തെ കണ്ടത്, ആ സ്വരൂപമായി ഞാൻ ലയിച്ചാൽ മതി, എനിക്കിനി വേറൊരു ജീവിതം വേണ്ട. സമാധിക്ക് മോക്ഷം കൊടുത്തു എന്ന് താല്പര്യം. നോക്കൂ, ക്ഷത്രിയൻ ഉയർന്ന ജാതി, വൈശ്യൻ താഴ്ന്ന ജാതി എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് അല്ലേ? ഇവിടെ അതല്ല കാര്യം.
4 വർണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ആത്മീകമായ രീതിയിൽ ആ ഈശ്വരാനുഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിവുള്ള 4 സ്റ്റേജുകളാണെന്ന് മനസ്സിലാക്കണം. പാദോസ്യ മുഖമാസീത് എന്ന് വേദം. ആ ബ്രഹ്മത്തെ ഒരു രൂപമായി സങ്കല്പിച്ചാൽ പാദം വരെ ആര് മനസ്സിലാക്കുന്നു അവൻ ശൂദ്രൻ, തുട വരെ ആര് മനസ്സിലാക്കുന്നു അവൻ വൈശ്യൻ, തോൾ വരെ ആര് മനസ്സിലാക്കാൻ കഴിവുണ്ടോ അവൻ ക്ഷത്രിയൻ, മുഴുവനും ആര് മനസ്സിലാക്കുന്നുണ്ടോ അവൻ ബ്രാഹ്മണൻ. അപ്പോൾ ഇത് ഈ 4 വാക്ക് ജാതിയെ ഉദ്ദേശിക്കുന്നതല്ല. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ജന്മനാ ജായതേ ശൂദ്രഹ കർമ്മണ ജായതേ ദ്വിജഹ എന്നാണ്. അപ്പോൾ ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മൾ പിൻകാലത്ത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യത്യസ്തം വന്നു എന്നല്ലാതെ ഈശ്വരൻ്റെ മുമ്പിൽ ജാതി എന്നുള്ള പറഞ്ഞ് ഒന്നുമില്ല. അപ്പോൾ ബദേവിമാ യാദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത നമസ്തസ്തേ 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 നമോ നമഃ ഉണ്ടല്ലോ. അടുത്ത ചോദ്യം ഉടനെ വരും. ചോദിക്കണം. ചോദ്യം ചോദിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എങ്കിലേ മറുപടി കിട്ടുകയുള്ളൂ. അവിടെ ജാതി എന്ന് പറയുന്നത് ആ വ്യത്യാസമാണ് കാണിക്കുന്നത്. പുരുഷൻ സ്ത്രീ എന്നുള്ളതല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് വിവിധ രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ വേറെ ശ്രമമുണ്ട്. യാദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. എല്ലാ ജീവജാലങ്ങൾക്കും ഭ്രാന്തായിരിക്കുന്ന ദൈവം തന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഭ്രാന്തിനെ? അപ്പോൾ എങ്ങനെ എല്ലാവരുടെ ശരീരത്തും ഭ്രാന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്താണ് ഈ ഭ്രാന്ത്? മനസ്സ് ഏതെങ്കിലും ഒരു വസ്തുതയിലോ ഒരു പർട്ടിക്കുലർ സംഭവത്തിലോ തട്ടിപ്പോവും, അതിൽ നിന്ന് പുറത്തു വരില്ല. അതാണ് ഭ്രാന്ത്. അപ്പോൾ അവരുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ വന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ആ സംഭവം നടന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി മുമ്പിൽ ഇരുന്നുകൊണ്ടേയിരിക്കും. ആ വ്യക്തിയോട് സംസാരിക്കുന്നതാണ് ഇവർ. അതാണ് ഭ്രാന്ത്. ഒരു വിധത്തിൽ നമ്മളെല്ലാം ഭ്രാന്തന്മാരാണ്. തെറ്റിദ്ധരിക്കരുത്, യഥാർത്ഥ സ്ഥിതി ഞാൻ പറയുക. എന്താണ് ഭ്രാന്ത്? നമ്മളെല്ലാം എന്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു? ഈ ലോകം സത്യം, ഞാൻ എന്ന് ഇങ്ങനെ ഇരിക്കും, എന്ന് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നാൾ ഒരു കണ്ണാടി നമ്മൾ കണ്ണിലിട്ട് കണ്ണാടി പോലും നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ സാധിക്കും? ഒന്നുകിൽ കണ്ണിൻ്റെ പവർ കൂടും, അല്ലെങ്കിൽ കണ്ണാടി താഴെ വീഴുന്നുടയും, അല്ലെങ്കിൽ കണ്ണാടി കളഞ്ഞു പോകും, അല്ലെങ്കിൽ കണ്ണാടി അവിടെ ഇരിക്കും, നമ്മൾ പോകും. അതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ശാശ്വതമല്ല. അതാണ് മായ. ശാശ്വതമായതെന്താണ്? ഞാൻ എക്സ്പെർട്ട് പറഞ്ഞു, ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. വളരെ വളരെ പണ്ട് കാലത്തെ പാട്ടുകളിലൊക്കെ ഉള്ള താത്പര്യം അതാണ് നോക്കുന്നത്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മബലം തരും ഈശ്വരനല്ലോ. നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക, അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. ആ ഈശ്വര വിചാരം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെല്ലാം ഇത് തന്നെയാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സെന്താണ്? ആ മായയിൽ കുടുങ്ങി ഈ ലോകമാണ് സത്യം എന്നുള്ളതിൽ വിചാരിച്ചിരിക്കുന്നതാണ് ഭ്രാന്ത്. ആ സ്വഭാവത്തിന് നമ്മൾ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ദേവി തന്നെയാണ്. അതാണ് യാദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത എന്ന് പറയാൻ കാര്യം. വേറൊരു പദം അതിലുണ്ട്. യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ലജ്ജ എന്ന് പറഞ്ഞാൽ നാണം. ഇത് വാക്യാർത്ഥം മാത്രം എടുക്കരുത്. ആത്മീകത്തിൽ എല്ലാത്തിനും വേറെ അർത്ഥങ്ങൾ കാണും. ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? അരുതാത്ത കാര്യം ചെയ്യുമ്പോൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന ഒരു മനസ്സ്, അത് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഉണ്ടാവും. നമ്മൾ റോഡ് വഴി പോകുന്നു, ഭയങ്കരമായിട്ട് അവിടെ ഒരു 2 തേമ്മിൻ്റെ അടി നടക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വണ്ടി നിർത്തി എന്താ നോക്ക്, പിന്നെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പം നമുക്ക് അതിന് വേണ്ട എന്ന് പറഞ്ഞ് പോകും. അങ്ങനെ പോകുന്നില്ലേ? കാരണം എന്ത് കാരണത്തിനാണ് അവർ വഴക്കൂടുന്നത് നമുക്കറിയില്ല. നമ്മൾ അതിനകത്ത് പോയി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഉപദ്രവം നമുക്കും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈശ്വര വിചാരമുള്ളവൻ, ആ ഈശ്വരൻ വന്ന് അവൻ അവിടെ നിന്ന് തടുത്ത് നിർത്തുകയാണ്. അതാണ് അരുതാത്ത കാര്യം ചെയ്യുമ്പോൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അരുത് എന്ന് പറയുന്ന മനസ്സുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതേപോലെ ദൈവമാത്മ്യത്തിലുള്ള ഓരോ സ്തോത്രത്തിനും ഓരോരോ അർത്ഥങ്ങളുണ്ട് അതിലെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഉള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളതിനെ പഠനം ചെയ്യണമെന്ന് വയ്ക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ അർത്ഥത്തോടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. താത്പര്യം. സംശയം വരാം, ഈ അർത്ഥമില്ലാതെ വായിച്ചാൽ പ്രയോജനമില്ലേ എന്ന് പറഞ്ഞു. അർത്ഥമില്ലാതെ വായിച്ചാൽ പ്രയോജനമില്ലെന്നല്ല, എന്താണ് അർത്ഥത്തോടെയും അർത്ഥമില്ലാതെയും വായിച്ചാൽ. പാഠത്തിൻ്റെ പറയുമ്പോൾ
ഗീതി ശിഗ്രി ശിരക്കമ്പി തതോ ലിഖിത പാടകാഹ അനർത്ഥശ്ച അല്പകണ്ഠശ്ച ഏമം പാഠമാതമാഹ എന്ന് ശാസ്ത്രം. മന്ത്രങ്ങളെ മന്ത്രങ്ങളായി പറയണം, ഗാനമായിട്ട് പാടാൻ പാടില്ല. പക്ഷെ ഇന്ന് പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം സംഗീതമായിട്ട് വന്നു കഴിഞ്ഞാൽ സംഗീതത്തിന് സാഹിത്യത്തെക്കാളും മുൻതൂക്കം രാഗത്തിനും താളത്തിനും കൊടുക്കണം. അപ്പോൾ സാഹിത്യം അവിടെ അത്ര ഇതായിട്ട് വരില്ല. പദം പിരിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരും. ശിരക്കമ്പി ചിലരൊക്കെ ശ്ലോകം ചൊല്ലുമ്പോൾ തലയാട്ടിക്കൊണ്ടെല്ലാം ചൊല്ലും, പാടില്ല. ഗീതി ശിഗ്രി ശിരക്കമ്പി വളരെ വേഗത്തിൽ പറയാനും പാടില്ല, നിർത്തി പറയണം. എന്തൊരത്യാവശ്യം പതുക്കെ പറ. ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീ സിംഹാസനേശ്വരി ചിതഗ്രഹം സംഭൂത. ആർക്ക് വേണ്ടിയാണത്? ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഹിതഗ്രികുണ്ട സംബോധ ദേവകാര്യ സമുദ്യത എന്ന് പറഞ്ഞാൽ മാത്രമേ ആ മന്ത്രത്തിലുള്ള ഓരോ അക്ഷരത്തിൻ്റെയും പവർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. താത്പര്യം ശീഘ്രി വേഗത്തിൽ പറയാൻ പാടില്ല, തല ആട്ടിക്കൊണ്ട് പറയാൻ പാടില്ല. ലിഖിത പാഠകാഹ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല, പുസ്തകം നോക്കി പഠിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് പോട്ടെ. അനർത്ഥശ്ച അർത്ഥമില്ലാതെ പറയാൻ പാടില്ല. അർത്ഥമറിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. ഒരുപാട് വിശേഷങ്ങൾ അതിലുണ്ട് അർത്ഥത്തിൽ, നമ്മളത് അറിയുമ്പോൾ മനസ്സിലാകും. അല്പകണ്ഠശ്ച തനക്ക് മാത്രം കേൾക്കത്തക്കതിൽ ചെറിയ ഒരു ശബ്ദത്തിൽ പറയാനും പാടില്ല എന്ന് കരുതി ഉറക്കെ വിളിക്കാനും പാടില്ല. ഒരു മന്ത്രമോ ഒരു സ്തോത്രമോ ചെയ്താൽ വേഗത്തിൽ പോകുന്നവൻ നിന്ന് അത് കേൾക്കണം, അല്ലാതെ കേൾക്കാൻ നിന്നവൻ ഓടിപ്പോരുത്. ആ രീതിയിൽ പറയാൻ പാടില്ല എന്നർത്ഥം. ഈ എല്ലാ രീതിയിലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് സഹൃദുച്ചരിതേ ശ്രുതേ എന്ന് അതിൽ പറയാൻ കാര്യം. അപ്പോൾ എല്ലാം കേട്ടിട്ടും സുരത മഹാരാജാവിൻ്റെ മനസ്സിൽ എന്താണ് തോന്നിയത്? വീണ്ടും രാജ്യം വേണം. അവന് ഇനിയും മോഹം തീർന്നിട്ടില്ല, വീണ്ടും ജനിക്കും. അത്രയേ ഉള്ളൂ. ഇത് വായിക്കുമ്പോൾ ആളുകൾക്ക് തോന്നും മോഹം. അപ്പോൾ ഇതൊക്കെ വായിക്കുന്നത് കൊണ്ട് തെറ്റെന്നല്ല. വായിക്കുന്നത് കൊണ്ട്, കേൾക്കുന്നത് കൊണ്ട്, തൊടുന്നത് കൊണ്ട്, അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് കുറച്ചായിട്ട് ആ മോഹത്തിൽ നിന്നും വെളിയിൽ വരണം. എന്ത് കരുതി എല്ലാം തൂക്കിയെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കാം. എന്നല്ല പറയുന്നത്. ശാസ്ത്രം അങ്ങനെ പറയുന്നില്ല. 4 ആശ്രമം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നേ പറയുന്നുള്ളൂ. എല്ലാം അനുഭവിക്കണം ഒരു പരിധിവരെ. 65-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ നോക്കണം. ഇത് മാത്രം, വേറെ ഒന്നും ചെയ്യണ്ട. ഏത് കാര്യം ചെയ്താലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നു, ഇതൊന്നും എൻ്റെ സാമർഥ്യം കൊണ്ടല്ല, ഈ വസ്തുക്കളൊന്നും എനിക്കെന്നും സഹായിക്കാൻ പോണില്ല, ഇതെല്ലാം ഒന്നുകിൽ എന്നെ വിട്ട് പോകുക, ഞാൻ ഇതിനെ വിട്ട് പോകുന്നുള്ള ചിന്തയോടുകൂടി അത് അനുഭവിച്ചോളൂ, കുഴപ്പമില്ല. എല്ലാവരും വേണം. അതാണ് മഹാമായ പ്രഭാവയുടെ സംസ്ഥാന സ്ഥിതികാരണമെന്ന് ദേവി മഹാത്മ്യത്തിൽ ആദ്യമേ പറയുന്നു. കവചത്തിൽ വരുന്നതാണ്. ഈ കവചം, മർഗളം, കിലകം, ത്രയാംഗപാഠം പറയുമ്പോൾ എന്താണ് ഈ കവചം എന്ന് ചോദിച്ചാൽ ഷീൽഡ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ മഴ നനയാതിരിക്കാൻ റെയിൻകോട്ട് ഇടുന്നുണ്ട്, തണുപ്പ് പ്രദേശത്ത് പോയാൽ സ്വെറ്റർ ഇടുന്നുണ്ട്. ഈ ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞ വളരെ മുഖ്യമായ ഒരു ഗ്രന്ഥം, അത് പാരായണം ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പല ദുഷ്ടശക്തികളും നമ്മളെ അത് പാരായണം ചെയ്യാനുള്ള ഞാൻ പറഞ്ഞല്ലോ 14 പേര് നമ്മുടെ ഉള്ളിലുണ്ട്. കാമം, ക്രോധം, ലോപം, മോഹം, മതം, മാത്സര്യം, ഡംബം, ദർപ്പം, ഈർഷ്യ, അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. 14 സോൾജേഴ്സ് വിച്ച് ഇസ് ഡോമിനേറ്റിംഗ് ഹ്യൂമൻ ബോഡി. ഇവർ എന്ത് കാര്യം ചെയ്താലും നമ്മളെ തള്ളി താഴെ ഇടാൻ നോക്കും. കാരണം നമ്മളിന്ന് അവരുടെ പിടിയിലാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലോ അവരെ നമ്മുടെ പിടിയിലാക്കും. അങ്ങനെയുള്ള ദുഷ്ടശക്തികളുടെ ഉപദ്രവം വരാതിരിക്കാനാണ് ഷീൽഡ് ധരിക്കുന്നത്. അതാണ് ഈ കവചം ആദ്യത്തത്. രണ്ടാമത്തെ അർഗളം. അർഗളം എന്ന് പറഞ്ഞാൽ താഴ്. അപ്പോൾ നമുക്കത് എന്തിനാണ് കുറ്റിയിടുന്നത്? നമ്മുടെ അനുവാദം കൂടാതെ ആരും അകത്ത് പ്രവേശിക്കരുത്. അതേപോലെ ദുഷ്ടശക്തികൾ നമ്മളെ തീണ്ടാതിരിക്കാനും ഇക്കാര്യങ്ങൾ ചെയ്യാനുമാണ്. അതാണ് അർഗളം എന്ന സ്തോത്രം നമ്മൾ പാരായണം ചെയ്യുന്നത്. കീലകം എന്ന് പറഞ്ഞാൽ ആണി. ഒരു കലണ്ടർ തൂക്കണമെങ്കിൽ ആണി അടിച്ചിട്ട് കലണ്ടർ തൂക്കുന്നതിൽ. അതുപോലെ പടം തൂക്കണമെങ്കിൽ എന്തുകൊണ്ടാണ്? അത് താഴെ വീഴാതിരിക്കാനും ഒലിഞ്ഞു പോകാതിരിക്കാനുമായിട്ട് പിടിച്ച് നിർത്താനുള്ളതാണ്. അതെല്ലാം അത് പരമേശ്വരനാൽ ഉപദേശിക്കപ്പെട്ടതാണ് ഈ കീലകം. ദേവി മഹാത്മ്യത്തിൻ്റെ ഫലം മുഴുവനായി അനുഭവിക്കാനുള്ള പ്രാപ്തി സാധാരണ മനുഷ്യർക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് അനുഭവിച്ചിരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഈ കീലകം എന്നർത്ഥം. എന്തുകൊണ്ട് ഫലം കിട്ടില്ല എന്നുള്ള അർത്ഥമല്ല. സാധാരണ ചില മെഡിസിൻ കൊടുക്കുമ്പോൾ, കുട്ടികൾ കൊടുക്കുമ്പോൾ ഒരു തുള്ളി മരുന്നും 3 തുള്ളി വെള്ളവും ചേർത്ത് കൊടുക്കാൻ പറയും. കാരണം ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് കീലകം. ഈ 3 പാരായണം ചെയ്തിട്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ അവസാനം വരുമ്പോൾ നമ്മൾ തീരുമാനിക്കണം, ഞാൻ സുരതനാവണോ സമാധിയാവണോ.
ഞാനത് നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. സുരതനായാൽ നിങ്ങൾക്ക് വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേ ശയനം, ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കാം പല കാര്യങ്ങളായിട്ട്. 84 ലക്ഷം പിറവി ഉണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്ന ഒരു ജീവൻ. 70 ലക്ഷം ചെടികൾ, കൊടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ. 5 ലക്ഷം ഈശ്വരതുല്യമായ പിറവികൾ. സ്വാമി വിവേകാനന്ദ, ജഗദ്ഗുരു ആദിശങ്കരൻ, രാമകൃഷ്ണ പരമഹംസ, രമണ മഹർഷി, കാഞ്ചി പെരിയ, ഇതുപോലുള്ള ഈശ്വരതുല്യന്മാരുകൾ. 9 ലക്ഷം മനുഷ്യപ്പിറവികൾ. 1-2 അല്ല, 9 ലക്ഷം മനുഷ്യപ്പിറവികൾ. ജന്തുനാം നരജന്മ ദുർലഭം എന്നുള്ളതാണ് ആദിശങ്കരൻ്റെ വാക്ക് വിവേക ചൂടാമണിയിൽ. ആ രീതിയിൽ 9 ലക്ഷം പിറവിയിൽ ഒരു പിറവിയാണ് നമ്മളിപ്പോഴെടുത്തു, നമുക്ക് മാത്രം അറിയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം നിശ്ചയമാണ്, ധാരാളം ജന്മങ്ങളെടുത്ത് സത്കർമ്മങ്ങൾ നല്ലവണ്ണം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കത്തക്കതിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മനുഷ്യജന്മം നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ കേൾക്കാനോ പറയാനോ ഉള്ള സന്ദർഭം നമുക്ക് കിട്ടില്ല. അതുമാത്രമല്ല, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സൗഖ്യമായിട്ട് തന്നെ ഇരിക്കുന്നു. അസുഖം അത് വേറെ, അതിനെ കൊണ്ടുവരികയേ ചെയ്യരുത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ് അസുഖമല്ല. അതല്ലാതെ എത്ര പേര് ആഹാരത്തിന് കഷ്ടപ്പെടുന്നവരുണ്ട്. കുറേ സാധാരണ നോക്കിയാൽ ഒരു 80% ആളുകളും സൗഖ്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് നോക്കിയാൽ സെൽഫോൺ ഇല്ലാത്തവരില്ല, കാറില്ലാത്തവരില്ല, വീടില്ലാത്തവരില്ല, എല്ലാ സൗഭാഗ്യങ്ങളും ഇരിക്കുകയാണ്. ഇതെല്ലാം തന്നത് ഈശ്വരനാണ് എന്നുള്ള ചിന്തയോടുകൂടി അത് അനുഭവിക്കണം, അത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റേത്, എൻ്റെ സാമർഥ്യം എന്ന് വിചാരിക്കരുത്. ഒരു പുതിയ വസ്ത്രം എടുത്താലും ശരി തന്നെ. ഞാൻ രാവിലെ വിചാരിച്ചിട്ട് തന്നെ പൂജ ചെയ്തിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി, ഈശ്വരൻ്റെ കാര്യം പറയാം, ദേവി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇതെല്ലാം നിയുക്തം, ദേവിയുടെ തീരുമാനമാണ്. ഇന്ന് ഈ ജയന്തി ടി വിയിൽ കൈലാസനാഥൻ ഇത് പറയണം എന്നുള്ളത്. അത് നടന്നിരിക്കും. എല്ലാം ഈശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് ഈശ്വരനെ അർപ്പിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇതന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. സർവജന്മാൻ പരിത്യജ്യ മാമേവ ശരണം വ്രജ. എന്നെ ശരണം അടഞ്ഞോളൂ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ആ വിചാരത്തോടു കൂടി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ സമാധി എനിക്ക് ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലാതെ വേറെ ഒന്നും കാണണ്ട എന്ന് പറഞ്ഞത്. ഇത് മഹാഭാരതത്തിലും വരുന്നുണ്ട് ഈ സംഭവം. ധൃതരാഷ്ട്രർക്ക് കാഴ്ച കൊടുക്കും ശ്രീകൃഷ്ണൻ, എന്നിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്ന് പറയും, ഈ കാഴ്ച അങ്ങനെ നിൽക്കട്ടോ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, പണ്ടത്തെ പോലെ എന്നെ കുരുടനാക്കിയേരെ. കാരണം ഈ വിശ്വരൂപം കണ്ട ഈ കണ്ണുകൊണ്ട് വേറൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഭുക്തി മുക്തി അതാണ് പറയുന്നത്. എന്താണ് ഭുക്തി? ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭുക്തി. സാധാരണ നമ്മളെല്ലാം കാമ്യകർമ്മമേ ചെയ്യുള്ളൂ. അമ്പലത്തിൽ പോയാൽ എനിക്ക് മോക്ഷം കിട്ടണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അല്ല, ശരിയാണെന്ന് ഗുരുവായൂരപ്പൻ വിമാനം കൊണ്ടുവന്നാൽ പോകാൻ എത്ര പേര് തയ്യാറാവോ? അലമാരയ്ക്കകത്തുള്ള ഉരുപ്പിടി, പട്ടുവസ്ത്രങ്ങൾ, ബാങ്ക് ഡെപ്പോസിറ്റ് ഇതെല്ലാം കളഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ കൂടെ ഇത് കയറിപ്പോകാൻ എത്ര പേര് തയ്യാറാവും? ഭുക്തി അത് വേണം. പിന്നെ മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ മരണാനന്തരം കിട്ടുന്ന മുക്തി എന്നർത്ഥം. ഇങ്ങനെ മുക്തി പ്രദായിനിയാണ് ദേവി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ ഈ 3 വധം എന്ന് പറഞ്ഞത് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം എന്ന 3 ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഈ ദേവി മഹാത്മ്യം. അതുകൊണ്ട് സാധാരണ ദിവസവും ശരി, അഷ്ടമി നാളിൽ വായിക്കാം, നവമി നാളിൽ വായിക്കാം, അല്ലെങ്കിൽ സാധാരണ ഉത്സവ സമയത്ത് വായിക്കാം. ഈ നവരാത്രി കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ദേവി മഹാത്മ്യം എന്നുള്ളതാണ് അതിൻ്റെ മഹാത്മ്യമായി പറഞ്ഞിട്ട് വരുന്നിട്ടുള്ളത്. ദേവിയുടെ പ്രഭാവത്തെ കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നാളെ സരസ്വതി പൂജ ദിവസമായ ദിവസം നമുക്ക് നോക്കാം. സർവേ ജനാഃ സുഖിനോ ഭവന്തു.